എവ്രിവൺ. ഓപ്ഷൻ ബൈങ്ങിൽ എങ്ങനെ പ്രോഫിറ്റബിൾ ആകാൻ പറ്റും അല്ലേ? ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്. കാരണം മിക്കവാറും എല്ലാവർക്കും ഓപ്ഷൻ ബൈങ്ങിൽ ലോസാണ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും സെബിയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് 91% ആൾക്കാരും ലോസിലാണ്. സോ ദാറ്റ് ഈസ് ഹൗ ഓപ്ഷൻ ബൈയിങ് വർക്ക്സ്. പക്ഷേ ഓപ്ഷൻ ബൈങ്ങിൽ ശരിക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലേ? പറ്റും. എങ്ങനെ പറ്റും? ഞാൻ യൂസ് ചെയ്തൊരു സിമ്പിൾ സ്ട്രാറ്റജി. എനിക്കും ഒരുപാട് ലോസ് ഉണ്ടായിട്ടുണ്ട് ഓപ്ഷൻ ബൈങ്ങിൽ. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത ശേഷം ഐ എം ഓൾസോ ഈസ് എ പ്രോഫിറ്റബിൾ ട്രേഡർ, ഐ വുഡ് സേ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 9:20 കറക്റ്റ് എല്ലാ ദിവസവും എക്സ്പയറി ഡേയ്സ് ഒഴിവാക്കുക. അതുപോലെ വലിയ ഗ്യാപ്പ് ഉള്ള ദിവസങ്ങൾ, മാർക്കറ്റ് ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ള ഡേയ്സും ഒഴിവാക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മളൊരു 9:20, അതായത് 5 മിനിറ്റ് ക്യാൻഡിൽ ഇടുക. 9:15 മാർക്കറ്റ് ഓപ്പൺ ആവും. 9:20 ആകുമ്പോഴേക്കും നമ്മൾ ആദ്യത്തെ 9:15 മാർക്കറ്റ് ഓപ്പൺ ആവും. അപ്പോൾ ഫസ്റ്റ് അതായത് 9:20 ആകുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ടോപ്പാണ് ബ്രേക്ക് ചെയ്ത് അടുത്ത ക്യാൻഡിൽ പോകുന്നതെങ്കിൽ യു ഗോ ഫോർ എ കോൾ ഓപ്ഷൻ ബൈ. അല്ല, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ താഴേക്കാണ് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെങ്കിൽ യു ഗോ ഫോർ എ പുട്ട് ഓപ്ഷൻ ബൈ. ദിസ് ഇസ് വെരി സിമ്പിൾ. ഇത് ഞാൻ പറഞ്ഞ പോലെ അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻസ് മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ ഇത് ടോട്ടലി അവോയ്ഡ് ചെയ്യുക. ദിസ് വിൽ നോട്ട് വർക്ക്. ഹൈ വോളറ്റൈൽ സിറ്റുവേഷൻസിൽ ഇത് വർക്ക് ചെയ്യില്ല. നോർമലി മാർക്കറ്റിൻ്റെ ഒരു നേച്ചർ, നോർമലി എങ്ങനെയാണോ പോകുന്നത് ആ ദിവസങ്ങളിൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും. എനിക്കിത് ശരിക്കും പറഞ്ഞാൽ 90% സക്സസ് റേഷ്യോ ഈ ഒരു സ്ട്രാറ്റജിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.